കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നമ്മൾ ഹാർവസ്റ്റ് എന്ന് പറഞ്ഞ സ്കൂള് നടത്തുന്നൊരു ആളാണ് അൻസാർ. എനിക്ക് തോന്നുന്നു ഈ 11 വർഷവും ഓരോ വർഷവും 300-ൽ പരം കുട്ടികൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സിലബസുകൾ ഒരുപക്ഷെ കഴിഞ്ഞ 11 വർഷമായിട്ട് ഒരുപക്ഷെ മാറിയിട്ടുണ്ടാകണമെന്നില്ല ബേസിക്കലി. എന്നാൽ ഈ പഠിച്ചിറങ്ങിയ കുട്ടികളും എല്ലാം വ്യത്യസ്ത തലത്തിൽ ചിന്തിക്കുകയും വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വരികയും ചെയ്ത ആളാണ്. ഈ സിലബസുകൾ എപ്പോഴും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? പഠന സിലബസുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമ്മളുടെ നാട് കുറച്ചുകൂടെ ഗ്രോത്തിലേക്ക് പോകുന്നതാണ് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ? എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ട് നമ്മൾ സിലബസ് ഒരു ടൂള് മാത്രം, അത് ഉപയോഗിക്കാനുള്ളൊരു സംവിധാനം നമ്മളെ നാട്ടിലുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാത്സ് പഠിക്കുന്നുണ്ട്, ആ മാത്സ് കൊണ്ട് എന്താണ് ലൈഫിൽ നേടാൻ പറ്റുക? മാത്സിൻ്റെ ടീച്ചറായ നമുക്ക് സാലറി, ടീച്ചിങ് പ്രൊഫഷനിൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ ആ മാത്സ് അപ്ലൈ ചെയ്യുന്ന വേറെ എന്തെങ്കിലും സെക്ഷൻസ് ഉണ്ടോ? ഇപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കണം കേട്ടോ, എക്സും വൈ ഒക്കെ പഠിച്ചു, അത് എന്തിനാന്ന് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞു തന്നിട്ടില്ല. അതെ, പറഞ്ഞിട്ടില്ല. അപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് എന്തിനാണ് കുറെ എക്സും വൈ ഒക്കെ പഠിച്ചെന്ന് ചോദിക്കും. പക്ഷെ ആ എക്സും വൈയും കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ബിടെക്കിനും എംടെക്കിനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അത് ആ സ്ഥലങ്ങളിലേക്ക് ഇവർ എത്താത്തത് കൊണ്ടാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗം എന്ത് ചെയ്യാൻ പറ്റാത്തത്, അവർക്ക് മനസ്സിലാകാൻ പറ്റാത്തത്. അപ്പം ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിന്റെ ഒരു എവിടെയാണ് പ്രാക്ടിക്കാലിറ്റി എന്താന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അത് വെച്ചിട്ട് നമ്മളുടെ ജീവിതം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, നമുക്ക് കിട്ടിയ അറിവ് പ്രാക്ടിക്കലി ഉപയോഗിച്ചിട്ട് അത് വെച്ച് നമ്മുടെ ജീവിതത്തിലെ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യണം, ഗ്രോ ചെയ്യാൻ എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചും. ആ 2 സ്റ്റേജും ഇല്ല. എന്ത് പഠിക്കാണ്ട് വെച്ചാൽ പഠിക്കുന്നുണ്ട് എന്നല്ലാതെ അത് പ്രാക്ടിക്കൽ ആക്കണ്ടോ, അത് വെച്ചിട്ട് ലൈഫിൽ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മളെല്ലാവരും, മുഴുവൻ സമൂഹം ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു കുട്ടീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും വർഷം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുമ്പോൾ ആ കുട്ടിക്ക് പിന്നീട് അതുകൊണ്ട് എന്ത് കിട്ടിയെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ബിടെക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ജോലിക്ക് കയറുക, പിന്നെ ട്രെയിനി ആയിട്ട് നിന്ന് 3-4 കൊല്ലം കൊണ്ടാണ് ആ ജോലി ആ കുട്ടി എന്ത് ചെയ്യണത്, പഠിക്കണത്. അതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ അറിയില്ല. അപ്പോൾ നമ്മളൊരു സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, നേരെ വന്നിട്ട് വർക്ക് അടിപൊളി ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഏതെങ്കിലും കീഴിൽ നിന്ന് പഠിക്കണം. അപ്പം പ്രാക്ടിക്കലി പഠിക്കണോ, പിന്നെയും പഠിക്കുന്നുണ്ട്. തിയററ്റിക്കലി പഠിച്ചിട്ടും കാര്യമില്ല, പ്രാക്ടിക്കലി പഠിക്കാൻ പിന്നെ അവൻ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ എത്ര സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റം വരുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്. അപ്പോൾ സിലബസുകളും വരുന്നുണ്ട്, പോകുന്നുണ്ട്. അൻസാർ പറഞ്ഞോളൂ, ഇതൊക്കെ ജീവിതത്തിൽ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ബിസിനസ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഹാർവസ്റ്റിനെ ഒരു ബിസിനസ് ആംഗിൾ മാത്രമേ കാണുള്ളൂ. കാരണം അപ്പോഴേ അത് നിലനിൽക്കുള്ളൂ. അങ്ങനെ നിന്നാലേ ഞാൻ വിചാരിച്ച ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേടാൻ പറ്റുള്ളൂ. ഈ ബിസിനസ്സിനോട് എനിക്ക് ഇഷ്ടം വന്ന് ഞാൻ ഏകദേശം ഒരു 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇത് നമ്മൾ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് തള്ളാണെന്ന് ഇപ്പോഴത്തെ ലാംഗ്വേജിൽ. സത്യം പറഞ്ഞാൽ 5-ൽ 6-ലൊക്കെ എത്തുമ്പോൾ ഞാൻ ഐസ് ഉണ്ടല്ലോ, ഈ ഐസ് വിൽക്കാൻ പോകും ശനി ഞായറും. കാരണം കൊണ്ടോട്ടിയാണ് ഞാൻ പോവാ. അന്ന് ചെറിയൊരു പെട്ടി ഉണ്ടാവും. ഈ പെട്ടിയിൽ എന്താ വെച്ചാൽ സാധനങ്ങളൊക്കെ തെർമോകോൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ കോലിന്റെ ഐസാണ് വെക്കുക. എന്നിട്ട് വീടിൻ്റെ കുറച്ചൊരു തറയിട്ടാൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമ്മൾ ബസ് ഇറങ്ങും. തിരിച്ചു വരുമ്പോൾ ബസ് ഇറങ്ങിയിട്ട് വീട് വരെ നടക്കുമ്പോഴേക്കും എനിക്ക് ഐസ് എന്ത് ചെയ്യും, തീർന്നു പോകും. അങ്ങനെ വെക്കേഷനിൽ 2 മാസം ഞാൻ ഉണ്ടാക്കുന്ന പൈസയാണ് പിന്നത്തെ ദിവസങ്ങളിൽ എൻ്റെ അമ്മ എനിക്ക് ബസ്സിന് തരാം. അങ്ങോട്ടൊരു രൂപ, ഇങ്ങോട്ടൊരു രൂപ, പിന്നെ 1 രൂപ മുട്ടായി വാങ്ങണം. എനിക്ക് ഭയങ്കര ഒരു ഓർമ്മയാണത്. 3 ഉറുപ്പ്യാണ് എനിക്ക് ഒരു ദിവസം എന്ത് ചെയ്യാ ഉമ്മ തരാ. കാരണം അത് ഞാൻ ഈ 2 മാസം വെക്കേഷനിൽ കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് കിട്ടുന്ന കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ വലുതാവും തോറും പിന്നെ ഒരു 9-ാം ക്ലാസ് 10-ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വലിയ കുട്ടിയായില്ലേ, ഇനി തലയിൽ വെട്ടിയൊക്കെ വെച്ചിട്ട് ഐസ് വെക്കാറ് മോശമുള്ള കാര്യമല്ലേ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് വെച്ചാൽ അവിടെ അടുത്തുള്ള ഒരു പീടികയിൽ എന്ത് ചെയ്തു, സാധനം എടുത്ത് കൊടുക്കാൻ നിന്നു. അപ്പോഴും ബിസിനസ്സാണ്, ജോലിയാണ്, ഇതിനോടുള്ള താല്പര്യമാണ്. അത് നമുക്ക് ഉള്ളിൽ വന്നൊരു സാധനമാണ്, പൈസ ഏൺ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. ഇപ്പോഴത്തെ തലമുറയിൽ അത് ഇല്ല കേട്ടോ. ഇപ്പോഴും 100 രൂപ കൊടുത്താൽ ഏത് ബ്രാൻഡ് ഷർട്ട്, ഏത് പാൻറ് എങ്ങനെയാണ് എന്നൊക്കെ അവരിങ്ങനെ പറയാന്നല്ലാതെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പൈസ എങ്ങനെ വന്നു എന്ന് അവരെന്ത് ചെയ്യണില്ല, ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ +1 +2 പഠിച്ചത് കോഴിപ്പീടിയിൽ. ഉമ്മൻ്റെ ആങ്ങൾക്ക് ചിക്കൻ സ്റ്റോൾ ഉണ്ട്, അവിടെ ശനി ഞായറും പോയി നിൽക്കും. ശനിയാഴ്ച രാവിലെ പണിക്ക് പോയാൽ ശനിയാഴ്ച വൈകുന്നേരം വരെ പണിയെടുക്കും. അത് കഴിഞ്ഞ് രാത്രി ഞായറാഴ്ച കല്യാണങ്ങൾ ഉണ്ടാവും, ശനിയാഴ്ച രാത്രി അപ്പം അതിന്റെ ഓർഡർ ഉണ്ടാവും, അതെടുക്കും. പിറ്റേ ദിവസം പകലും വർക്ക് ചെയ്യും.
അപ്പോൾ അതായത് ഒരാഴ്ചത്തേക്കുള്ള അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വരൂപിക്കാൻ പറ്റും. അവിടെ നിന്നാണ് അടുത്ത സ്റ്റേജ് നമ്മൾ പഠിക്കുന്നത്. അതായത് ചെറുപ്പം തൊട്ടേ വർക്ക് ചെയ്ത് വരുന്ന ഒരു ശീലം എനിക്ക് ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ഈ ചെയറിൽ ഹാർവെസ്റ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നത്. അത് എത്ര മക്കൾക്ക് ഉണ്ടാവും? അതായത് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ പിള്ളേർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ മക്കളെ ഏൺ ചെയ്യാൻ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. ചിലവാക്കാനല്ല പഠിപ്പിക്കേണ്ടത്, അവരെ കൊണ്ട് ഏൺ ചെയ്യിപ്പിച്ചു. അപ്പം ജോലിക്ക് വിടാൻ പറ്റുമായിരിക്കും. ജോലിക്ക് വിടണമെന്നൊന്നും നമുക്കതിൽ പറയാൻ കഴിയില്ല. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു നെഗറ്റീവ് വശം ഉണ്ടാവുമല്ലോ. ഈ പ്രായത്തിലുള്ള മക്കളെങ്ങനെ ജോലിക്ക് വിടുക, ജോലിക്ക് വിട്ടാൽ പൈസ കൊണ്ട് അവർ വേറെ ദുശീലങ്ങളൊക്കെ പഠിക്കൂലേ എന്ന് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ മാർക്കാണ്. ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇബാദക്കൻ്റെ ബിസിനസ് എന്താ വെച്ചാൽ അതിലേക്ക് ഇടയ്ക്കൊക്കെ അവനെ കൊടുത്ത് പരിചയപ്പെടുത്തുന്നതുകൊണ്ട് എന്ത് സംഭവിക്കാനുള്ളത്? അതെ ശരിയാണ്. ഉപ്പി ഉമ്മി അധ്വാനിക്കണം എന്താന്ന് അവർ മനസ്സിലാവണ്ടേ, കാണണം. പ്രവാസികളൊക്കെയാണ് കൊണ്ടുപോണത്. പ്രവാസികളോട് കൊണ്ടുപോകുമ്പോൾ എന്താ വെച്ചാൽ 2 മാസം ഭയങ്കര സൗകര്യങ്ങളും ഭയങ്കര ട്രിപ്പും കാര്യങ്ങളൊക്കെ മക്കൾക്ക് കൊടുക്കും. ഗൾഫിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ബാക്കിയുള്ള സാർ എന്താ ചെയ്യണം, എന്താ കഴിക്കണത് ഇവരെന്ത് ചെയ്യൂല, അറിയില്ല. ഉപ്പ എല്ലാ ദിവസവും ഇങ്ങനെയാണല്ലോ ജീവിക്കുന്നത്, പൊളിയാണല്ലോ എന്നുള്ളൊരു കോണത്തിലേ വരിക. അപ്പൊ ഇതിലൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കുറെ കാര്യങ്ങൾ മക്കളെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഇതിലൂടെയൊക്കെയാണ് കുട്ടികളെ ഒന്ന് ഗ്രൂം ചെയ്ത് വരിക. പിന്നെ അത് മാത്രമല്ല അൻസാറേ, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ രീതി ഒരു സിലബസ് ബേസ്ഡ് ആണ്. പക്ഷെ അതില് ഓരോ കുട്ടികളുടെയും ടേസ്റ്റ് മനസ്സിലാക്കിയിട്ടുള്ള സാധനമൊന്നും പഠിപ്പിക്കുന്നില്ല അല്ലേ? ഇല്ല, ടേസ്റ്റ് മനസ്സിലാക്കണമല്ലോ. അതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ തിരിച്ചറിയേണ്ട ആളുകൾ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിന് എന്താ വെച്ചാൽ സിലബസ് മാറിയ പണി കൂടും. കാരണം ഇനി അടുത്ത് പഠിച്ചെടുക്കണ്ടേ. അപ്പം അത് വലിയൊരു തിരിച്ചറിവാണ്. അപ്പോൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഈ ടീച്ചിങ് സംവിധാനങ്ങളിൽ അത് മാറ്റം വരുത്താൻ ആ ചിന്തിക്കുന്ന ആളുകളെ അതിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. കാരണം ഈ പഠിക്കണ കാരണം കൊണ്ട് കുട്ടിക്ക് കിട്ടൂല. കാരണം ഇതൊരു 2009 സിലബസ് ആണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കണ +1 +2 ബുക്ക് 2009 വന്നതാണ്, ഇറങ്ങിയതാണ്. അപ്പൊ ഈ 2024 എന്തൊക്കെ ടെക്നോളജി മാറി അല്ലേ? അതൊക്കെ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയാം. അപ്പോൾ നമുക്ക് അതിൽ ആ ഒരു മാറ്റം വരുത്താനുള്ള ഒരു സംവിധാനം എന്ത് ചെയ്യണം, ഗവൺമെന്റിന് ഫ്രീ ആയിട്ട് സംസാരിക്കാനും അതിനുള്ള സംവിധാനം വരണം. അതിന് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഇപ്പം ഇങ്ങനെ ബുക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സ്റ്റേറ്റ് സിലബസിൻ്റെ ഒക്കെ ബുക്ക് പതുക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. അല്ലെങ്കിൽ പഴയ ആള് തന്നെ അല്ലേ? അതെ. ഒരു പാട്ട് നമ്മൾ 2 കൊല്ലം പാടിയാലേ 3-ാമത്തെ കൊല്ലം നമുക്ക് കാണാതെ പാടിക്കൂടെ? ഇങ്ങനെ പാടുതന്നെയാണ്. ആ പാടുന്നത് പോലെ ഇങ്ങനെ കേൾക്കന്നെയാണ്. അതിലെന്താ പറയുക, മാറ്റങ്ങൾ വരുത്തേണ്ടത് മാറ്റം വരുത്തി കൊടുത്താൽ നല്ലതാണ്. ഞാനടക്കമുള്ള എല്ലാവരും അതിന് ഉത്തരവാദികളാണ്. മാറ്റത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാണ് അല്ലേ? അത് നമ്മളും പഠിക്കണം. മക്കള് പഠിക്കണ പോലെ തന്നെ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, പഠിക്കണം. ഇനി ടീച്ചിങ് മാത്രമല്ല, ഏത് പ്രൊഫഷൻ ആണെങ്കിലും അവിടെയുള്ള പഠിക്കണവരും എന്ത് ചെയ്യണം, പഠിക്കാൻ തയ്യാറാണോ? അപ്പോഴേ ലോകം മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ പോലെ വിജയിക്കുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീണ്ടും ഇരിക്കണം. താങ്ക് യു.